ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ്. നിങ്ങൾ വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം തന്നാൽ ആ വ്യക്തിയോട് നമുക്കൊരു ഇഷ്ടം തോന്നാറില്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നിങ്ങളുടെ സുഹൃത്തിൻ്റെ അമ്മ ഉണ്ടാക്കി തന്നാൽ നമ്മുടെ മനസ്സ് നിറയില്ലേ? നിങ്ങൾക്ക് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്ന് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ പിണക്കുമോ? നിങ്ങളുടെ എല്ലാ വിജയങ്ങളും ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു ബന്ധുവിനോട് നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങൾ ദേഷ്യപ്പെടുമോ? നിർണായകമായ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ സഹായിച്ച ഒരു അധ്യാപകനെ നിങ്ങൾ ബഹുമാനിക്കാതിരിക്കുമോ? നിങ്ങളുടെ ഒരു അത്യാവശ്യ സമയത്ത് തൻ്റെ ആവശ്യങ്ങൾ മറന്ന് നിങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിച്ച ഒരു വ്യക്തിയോട് നന്ദി തോന്നാതിരിക്കുമോ? ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ ഉണ്ടായി എന്നറിയുന്ന കാലം മുതൽ ഇന്ന് വരെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് അവരെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അവരോട് നന്ദി പറയാനോ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവരോട് ദേഷ്യം തോന്നുന്നത്? എന്തുകൊണ്ടാണ് അവരോട് പരാതികൾ മാത്രം പറയുന്നത്? ഇവിടെയാണ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ് എന്ന ചൊല്ലിൻ്റെ മനഃശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. പതിവായി കാണുന്ന എന്തിനേയും, സുലഭമായി കിട്ടുന്ന എല്ലാറ്റിനെയും, ഫ്രീ ആയി കിട്ടുന്ന സേവനങ്ങളെയും മനുഷ്യ മനസ്സ് അവമതിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫാമിലി നമുക്ക് ഫെമിലിയർ ആവുന്നു. ആ ഫെമിലിയാരിറ്റി നമ്മളിൽ കൺടെംപ്റ്റ് അഥവാ അവമതിപ്പ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ബഹുമാനവും മതിപ്പും സ്നേഹവും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സമയവും സമ്പത്തും കഴിവുകളും അതിനെ ഏറ്റവും വിലമതിക്കുന്നിടത്ത് മാത്രം ചിലവഴിക്കുക. ഓർക്കുക, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ്.